Endocytosis, exocytosis, and transcytosis are the example of osmosis, diffusion, passive transmission, and active transport. ആൻസർ പറഞ്ഞോളൂ. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. എല്ലാവരും പെട്ടെന്ന് ആൻസർ പറയണം. കാരണം നിങ്ങൾ ആൻസർ പറഞ്ഞാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, പരീക്ഷയ്ക്ക് കേരള PSC എക്സാമിന് ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ ആകെ നമുക്ക് കിട്ടുന്ന 1 മണിക്കൂർ 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ 75 മിനിറ്റ് 100 ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് ആൻസർ വായിച്ചെടുത്തിട്ട് ഉത്തരം നൽകാനുള്ള ഒരു ടെൻഡൻസി ഇവിടെ വെച്ച് തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നിങ്ങൾ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈസി ആയിരിക്കും കേട്ടോ. കാരണം നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എഴുതണം, കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിന്നീട് മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് എഴുതാനുണ്ട്. പിന്നെ ഒരു അഡീഷണൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ അറ്റൻഡ് ചെയ്യണം അല്ലെ. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇപ്പോഴേ എന്ത് ചെയ്യണം, ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത് ശീലിക്കണം കേട്ടോ. എൻഡോസൈറ്റോസിസ്, എക്സോസൈറ്റോസിസ് ആൻഡ് ട്രാൻസൈറ്റോസിസ് കേട്ടോ. ട്രാൻസൈറ്റോസിസ് എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ ദ സെല്ലിലാണ് നമ്മൾ ട്രാൻസൈറ്റോസിസ് എന്ന് പറയുന്നത് കേട്ടോ. എൻഡോസൈറ്റോസിസ് എന്ന് പറയുമ്പോൾ ഇൻസൈഡ് ദ സെല്ല്, എക്സോസൈറ്റോസിസ് എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് ദ സെല്ല്, ട്രാൻസൈറ്റോസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻ ബിറ്റ്വീൻ ദ സെൽസ്. ഓക്കെ, അപ്പൊ ഇത് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അല്ലെ. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്, ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്, നോട്ടിലുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The difference in the number of positive and negative charges on the two sides of a membrane is referred as. The difference between the number of positive and negative charges two sides of the membrane is referred as. അല്ലെ, ഇവിടെ പോസിറ്റീവ് മെംബ്രെയിൻസിനകത്ത് നെഗറ്റീവ്സ് അല്ലെ. അപ്പൊ അതിനെ എന്താണ് വിളിക്കുന്നത്? ആക്ഷൻ പൊട്ടൻഷ്യൽ ആണോ, മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആണോ, മെംബ്രെയിൻ ഇമ്പൾസ് ആണോ, ചാർജ് ഡിഫറൻസ് ആണോ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മെംബ്രെയിൻ എടുത്തു പറയുന്നുണ്ട് അല്ലെ, മെംബ്രെയിൻസിൽ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അവിടെ വരുന്ന ചാർജ് എന്ന് പറയുന്നത് ഏതാണ്, മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആണ് അല്ലെ, മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആണ് അല്ലെ. ഇനി ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ അവിടെ സംതിങ് ആക്ഷൻ നടന്നു അല്ലെ. ആക്ഷൻ നടന്നു എന്ന് പറയുമ്പോൾ ഈ മെംബ്രെയിൻ പൊട്ടൻഷ്യലില് ഈ സോഡിയം എല്ലാം കൂടെ എന്ത് ചെയ്യും, സെല്ലിനകത്തോട്ട് കയറും അല്ലെ, സെല്ലിനകത്തോട്ട് കയറും. അപ്പം പൊട്ടാസ്യം എന്ത് ചെയ്യും, ആക്ടിവേറ്റ് ആവും. പൊട്ടാസ്യം എന്ത് ചെയ്യുന്നു, ഈ സോഡിയത്തിനെ സെല്ലിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഔട്ട് ചെയ്യുന്നു അല്ലെ. അല്ലെങ്കിൽ പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ചെയ്തുകൊണ്ട് സോഡിയത്തെ പുറന്തള്ളുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ കേട്ടോ. അപ്പൊ ആ കാര്യം ഓർത്തിരിക്കുക. അപ്പൊ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലെ ഒരു സോഡിയം കുറെ അക്യുമുലേറ്റ് ആയിട്ടുള്ള സോഡിയംസ് എന്ത് ചെയ്യും, ഒരു പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്തുകൊണ്ട് സോഡിയം ചാനൽ ഓപ്പൺ ചെയ്ത് എന്ത് ചെയ്യും, സീറോ ആയിരുന്ന സെല്ലിനെ എന്ത് ചെയ്യും, എനർജൈറ്റൈസ് ചെയ്യും അല്ലെ, എനർജൈറ്റൈസ്. ആ എനർജി വെച്ചുകൊണ്ട് പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ആയി എന്ത് ചെയ്യും, ആ എനർജി സീറോ ആക്കും കേട്ടോ. അതാണ് എന്തെന്ന് പറയുന്നത്, ആക്ഷൻ പൊട്ടൻഷ്യൽ കേട്ടോ. ഇവിടെ മെംബ്രെയിൻ എന്നുള്ള വേർഡ് എടുത്ത് പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് പഠിപ്പിച്ചല്ല കേട്ടോ, അത് പഠിപ്പിച്ചല്ല, പക്ഷെ കാർഡിയോളജിയിൽ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്തത്. ഓർഗനല്ലേ വിത്തിൻ ദ സെൽ ഹൂസ് മെയിൻറ്റെയിൻ ദ ഫംഗ്ഷൻ ഓഫ് ഡൈജഷൻ ആൻഡ് ഹൈഡ്രോലൈസിസ്. ലൈസോസോം, റൈബോസോം, മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡീസ്. വെരി ഗുഡ്. ഓർഗനല്ലേ വിത്ത് ദോസ് ഫംഗ്ഷൻസ് ആർ ഡൈജസ്റ്റിംഗ് ആൻഡ് ഹൈഡ്രോലൈസിസ് ചോദിച്ചു കഴിഞ്ഞാൽ ലൈസോസോം ഈസ് ദ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Very good, very good. Protein leaving a rough endoplasmic reticulum and are transported for the modification, packaging, and transporting to the appropriate location. Ribosome, mitochondria, Golgi apparatus, nucleus. നമ്മള് കീവേഡ് എന്ന് പറയുന്നത് എന്താണ്, മോഡിഫിക്കേഷൻ, പാക്കിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഓഫീസ് ഓഫ് ദ സെല്ല് അല്ലെ. പോസ്റ്റ് ഓഫീസ് ഇൻസൈഡ് ദ സെൽ എന്ന് നമ്മൾ വിളിക്കുന്നത് ആരെയാണ്, ഗോൾഗി അപ്പാരറ്റസ്. വെരി ഗുഡ് അല്ലെ. ഓപ്ഷൻ സി, ഗോൾഗി അപ്പാരറ്റസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിച്ചോളൂ. Which of the following is a form of RNA that carries amino acids to the ribosome during protein synthesis? Messenger RNA, transactional RNA, rRNA, genes. Which of the following form of RNA carry amino acids in the ribosome during protein synthesis? That carries amino acids. That carries amino acids ആണ് ചോദിച്ചേക്കുന്നത്. That carries amino acids to the ribosome during protein synthesis. Protein synthesis ചെയ്യുന്ന RNA ഏതാണ്? പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന RNA ഏതാണ്?
ഓർത്ത് വെച്ചോണം കേട്ടോ. നമുക്ക് 3 ടൈപ്സ് ഓഫ് RNA ആണ് വരുന്നത്. മെസ്സഞ്ചർ RNA കേട്ടോ, മെസ്സഞ്ചർ RNA, ട്രാൻസാക്ഷൻ RNA ആൻഡ് rRNA എന്ന് പറഞ്ഞ 3 എണ്ണമാണ് വരുന്നത് അല്ലെ. അപ്പൊ മെസ്സഞ്ചർ RNA എന്ന് പറയുമ്പോൾ DNA-യിൽ നിന്ന് കോപ്പി അടിച്ച് ഉണ്ടാവുന്ന ഫസ്റ്റ് RNA അല്ലെ, അതായത് ട്രാൻസ്ക്രിപ്ഷണൽ RNA അല്ലെ. അതിൽ നിന്ന് കുറച്ച് RNA എന്തായിട്ട് മാറും, ട്രാൻസാക്ഷണൽ RNA ആയിട്ട് മാറും അല്ലെ. അപ്പൊ ഈ മെസ്സഞ്ചർ RNA-യിൽ നിന്ന് കുറച്ച് RNA എന്തായി ട്രാൻസാക്ഷൻ, ഈ ട്രാൻസാക്ഷണൽ RNA ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ അധികം ഇരിക്കുന്ന മെസ്സഞ്ചർ RNA എവിടെ എത്തുന്ന, റൈബോസോമിൽ എത്തിക്കുന്നു അല്ലെ. അപ്പൊ അതിന്റെ പേര് റൈബോസൽ RNA ആയിട്ട് മാറും. ഈ റൈബോസൽ RNA ആണ് അമിനോ ആസിഡ്സിനെ ക്യാരി ചെയ്തുകൊണ്ട് എന്തുണ്ടാക്കുന്നത്, പ്രോട്ടീൻ സിന്തസൈസ് നടത്തുന്ന കേട്ടോ. പഠിച്ചു വെച്ചോണം, ഇതെല്ലാം ബേസിക് ആണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആൻസർ ഈസ് rRNA കേട്ടോ. അപ്പൊ പ്രോട്ടീൻ സിന്തസൈസ് ആണ് ഇവിടുത്തെ എന്ത് ചെയ്യുന്നത്, കീവേഡ് ടു ദ റൈബോസോം ഡ്യൂറിങ് പ്രോട്ടീൻ സിന്തസൈസ്. പ്രോട്ടീൻ സിന്തസൈസിൽ അമിനോ ആസിഡ്സിനെ ക്യാരി ചെയ്യുന്ന RNA ഏതാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് rRNA. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. റെഡ് ബ്ലഡ് സെൽസ് ആർ, റെഡ് ബ്ലഡ് സെൽസ് ആർ പറഞ്ഞോളൂ. ടിയാനിനെ മെസ്സഞ്ചർ RNA ക്യാരി ചെയ്യുന്നതാണ് ട്രാൻസാക്ഷണൽ RNA കേട്ടോ. മെസ്സഞ്ചർ RNA റൈബോസോമിൽ എത്തിക്കുന്ന ജോലിയാണ് എന്തെന്ന് പറയുന്ന tRNA. ഓക്കെ, അടുത്ത നെക്സ്റ്റിലോട്ട് വരുന്നു. എ സ്മോൾ ബൈകോൺകേവ് സെൽസ് വിത്ത് നോ ന്യൂക്ലിയസ് ഓർ അതർ ഓർഗനലൈസ്, large irregularly shaped cells which contain nucleus, a small fragile cell fragment which contain mitochondria, large concave cells within the nucleus. ക്യാരി ചെയ്യുന്നെന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് കേട്ടോ, പ്രോട്ടീൻ ക്യാരി ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതേതായിരിക്കും ആൻസർ പറഞ്ഞോ, ഇതേതാണ് കറക്റ്റ് ആൻസർ. സ്മോൾ ബൈകോൺകേവ് സെൽസ് വിത്തിൻ നോ ന്യൂക്ലിയസ് ഓർ അതർ ഓർഗനലൈസ് എന്നുള്ളതാണ് നമുക്ക് എന്തെന്ന് പറയുന്ന RBC അല്ലെ, റെഡ് സെൽസ് എന്ന് പറയാം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ RBCക്കകത്ത് എന്തില്ല, RBC is a biconcave shape cells, RBC containing there is no nucleus അല്ലെ. മെച്ചർ ആയി കഴിഞ്ഞാൽ RBC നിന്ന് ന്യൂക്ലിയസ് പുറത്തു പോവുകയും ഹീമോഗ്ലോബിൻ എൻ്റർ ആവുകയും ചെയ്യും അല്ലെ. ഓക്കെ, നോ ന്യൂക്ലിയസ്, വെരി ഗുഡ്. വാട്ട് ആർ ദ ബൈ പ്രോഡക്റ്റ് ഓഫ് എയ്റോബിക് മെറ്റബോളിസം, byproduct of aerobic metabolism? Carbon dioxide and water, carbon dioxide and lactic acid, lactic acid and water, lactic acid and oxygen അല്ലെ. ഏതാണ് എയ്റോബിക് ആണ് ചോദിച്ചത് അല്ലെ, എയ്റോബിക് ആണ് ചോദിച്ചിരിക്കുന്നത്. എയ്റോബിക് ബൈ പ്രോഡക്റ്റ് ഓഫ് എയ്റോബിക് ആലോചിച്ച് പറഞ്ഞേ. വാട്ട് ആർ ദ ബൈ പ്രോഡക്ട്സ് ഓഫ് എയ്റോബിക്സ്? എയ്റോബിക്സ് ആവുമ്പോൾ എന്തൊക്കെയാണ്, എയ്റോബിക്സ് ആവുമ്പോൾ എന്തൊക്കെയാണ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് ATP അല്ലെ, അങ്ങനെയല്ലേ പഠിപ്പിച്ചേക്കുന്നത് നോട്ട്സിൽ. അപ്പൊ ഏത് വരും ആൻസർ? ആൻസർ എ അല്ലേ വരുന്നത്, ലാക്ടിക് ആസിഡ് വരത്തില്ല. ലാക്ടിക് ആസിഡ് ഓൾവേസ് എന്തിന്റെ കൂടെ വരത്തുള്ളൂ, ഓൾവേസ് ലാക്ടിക് ആസിഡ് ഫോർ അനറോബിക് മെറ്റബോളിസം ആണ് ലാക്ടിക് ആസിഡ് കേട്ടോ. ഇവിടെ പൈറുവേറ്റ് ആൻസർ കേട്ടോ. എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. എല്ലാരും ബി പറഞ്ഞ എന്തിനാണ് കേട്ടോ. ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് ATP മോളിക്യൂൾസ് കേട്ടോ. ATP മോളിക്യൂൾസ് ആണ് വരുന്നത്. ATP മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ 32 ATP മോളിക്യൂൾസ്. ഓക്കെ, നെക്സ്റ്റ്. സെൽ ഓർ ടിഷ്യൂ ഡെത്ത് വിത്തിൻ ദ living body cell is called, cell or tissue death within the body cells, neutrophilia, nephrosis, necrosis, neoplasia. ഓക്കെ, എല്ലാം അറിയാം അല്ലെ. ന്യൂട്രോഫിലിയ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, ന്യൂട്രോഫിൽസ് കൗണ്ട് കുറയുന്നു അല്ലെ. നെഫ്രോസിസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, കിഡ്നി ഡയലേറ്റ് ആവുന്നു അല്ലെ. അതുപോലെ നെക്രോസിസ് എന്ന് പറയുമ്പോൾ ടിഷ്യൂ ഡാമേജ്, നിയോപ്ലാസി എന്ന് പറയുമ്പോൾ ന്യൂ സെൽസ് ഗ്രോത്ത് ചെയ്യും അല്ലെ. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The contractile proteins of the muscles, the contractile proteins of the muscle, actin and myosin, actin and tropomyosin, myosin and troponin, and troponin and tropomyosin. Contractile protein is actin and myosin അല്ലെ. Structural protein is actinin and tropomyosin അല്ലെ. പിന്നെ troponin അല്ലെ. പിന്നെ troponin and tropomyosin is the എന്താണ്, ഡിസ്റ്റർബ്ഡ് പ്രോട്ടീൻ അല്ലെ. മസിൽ ഡിസ്റ്റർബ് ആകുമ്പോൾ റിലീസ് ചെയ്യുന്നത്, മസിലിന് എന്ത് ചെയ്യുന്നു, സ്ട്രക്ചർ കൊടുക്കുന്ന ആക്ടിൻ എന്ന് പറയുന്നത് അല്ലെ. ആക്ടിൻ ആൻഡ് ഡിസ്മോർഫിൻ അല്ലെ. ആക്ടിൻ ആൻഡ് മയോസിൻ ഇസ് ദ കൺട്രാക്ടൈൽ പ്രോട്ടീൻ ഓഫ് ദ. ഓക്കെ,
അതെ, വെരി ഗുഡ് കേട്ടോ. ഇവിടെ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ദ കൺട്രാക്ടൈൽ പ്രോട്ടീൻസ് ഓഫ് ദ മസിൽസ് ആർ ആക്ടിൻ ആൻഡ് മയോസിൻ. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The cartilage present in the body. Cartilage present in the body is an muscular tissue, epithelial tissue, connective tissue, germinal tissue. കേട്ടോ, പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. Cartilage present in the body are cartilage muscular tissue ആണോ? അല്ല, cartilage is a connective tissue അല്ലെ. false connective tissues-ൽ false അല്ല, connective tissues-ൽ വരുന്നതാണ്. അതിൽ false connective tissue ആണ് blood എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ എന്ന് പറയുന്നത് എന്താണ്? ട്രൂ കണക്റ്റീവ് ടിഷ്യൂസ് കേട്ടോ. ട്രൂ കണക്റ്റീവ് കാർട്ടിലേജ്, ബോണ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, വെരി ഗുഡ്. ആൻസർ സി ഇസ് ദ കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Extrusion of waste material through the plasma membrane of the cell is known as extrusion of waste material through the plasma membrane. Plasma membrane of a cell is known as pinocytosis, phagocytosis, exocytosis and leukocytosis. ഏതാണ് എക്സ്ട്രൂഷൻ? എക്സ്ട്രൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സിറ്റ് ചെയ്യുന്നു അല്ലെ, സെല്ലിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു അല്ലെ. എക്സിറ്റ് ചെയ്യുന്ന ഇറ്റ് ഈസ് ബൈ എക്സോസൈറ്റോസിസ് അല്ലെ. എക്സോസൈറ്റോസിസ് നമ്മളെ ഗോൾഗി ബോഡീസ് ഒക്കെ ചെയ്യുന്നു അല്ലെ, അത് ഫങ്ഷൻസ്. ഓക്കെ, ഇവിടെ ആൻസർ ഇസ് എക്സോസൈറ്റോസിസ്. ഓക്കെ, നെക്സ്റ്റ്. ബാക്കി എല്ലാം പഠിപ്പിച്ചതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ബോഡി സ്ട്രക്ചർ കെരാറ്റിനൈസ്ഡ് സ്ട്രാറ്റിസ്ഫൈഡ് എപ്പിത്തീലിയം ഫൗണ്ട്? കെരാറ്റിനൈസ്ഡ് stratified epithelium found. Conjunctiva of the eye, hair, airway, stomach. ഏതാണ്? കെരാറ്റിനൈസ്ഡ് അല്ലെ. കെരാറ്റിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ എത്തും അല്ലെ. ആൻസർ ഇസ് ഹെയർ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. ഹെയർ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The most abundant tissue in the human body. Most abundant tissue in the human body. Epithelial tissue, connective tissue, muscle tissue, nervous tissue. മോസ്റ്റ് അബണ്ടന്റ് ടിഷ്യൂ എന്ന് പറയുന്നത് ഏതാണ്? കണക്റ്റീവ് ടിഷ്യൂസ് ആണ് അല്ലെ. കണക്റ്റീവ് ടിഷ്യൂ ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് ടിഷ്യൂസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേ. എക്സോസൈറ്റോസിസ് ഇസ് ദ process by which cell take the materials, release the materials, signal each other, reproduce. സിമ്പിൾ ആയിട്ട് അല്ലെ. എക്സോസൈറ്റോസിസ് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും കേട്ടോ. റിലീസ് ദ മെറ്റീരിയൽ ഇൻസൈഡ് ദ സെൽസ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് സ്റ്റേ. Adipose tissue is more abundant in. Adipose tissues more abundant in the dermis, epidermis, transdermis, and subcutis. Okay, but dermis, first epidermis followed by dermis, അല്ലെങ്കിൽ transdermis followed by subcutis. Subcutaneous അല്ലെങ്കിൽ subcutis എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. Okay, very good. Answer is subcutis is the correct answer. Okay, next. Hypodermis. Okay, very good. Next question. Muscle tissue is characterized by, muscle tissue is characterized by the ability to എന്താണ് shorten അല്ലെ, അതായത് കൺട്രാക്ഷൻ ചെയ്യാനുള്ള കഴിവ് അല്ലെ. ഷോർട്ടൻ എന്ന് പറയുമ്പോൾ കൺട്രാക്ഷൻ ആൻഡ് തിൻ ആവാനുള്ള സൈസ് അല്ലെ. അതുപോലെ തിക്ക് ആവാൻ, കൺട്രാക്ഷൻ ആൻഡ് തിക്ക് ആവാനുള്ള കഴിവ് അല്ലെ. റിലാക്സേഷൻ എന്ന് പറയുമ്പോൾ മസിൽ പ്രോപ്പർട്ടിയിൽ മസിൽ ലോങ് ആവുകയും തിൻ ആവുകയും ചെയ്യാനുള്ള പ്രോപ്പർട്ടി. ഓക്കെ, അതൊക്കെ പഠിപ്പിച്ചാണ് നോട്ട്സ് ഇടുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ദ അഡ്വാൻസ് ഏജ് ഓഫ് മെനി സെൽസ് ബിക്കം ഡാഷ് ടു ദ എൻവയോൺമെന്റ്. ഏജ് അഡ്വാൻസ് ആകുമ്പോൾ സെല്ലിന് എന്ത് സംഭവിക്കുന്നു? ആക്റ്റീവ് ആകുന്നു, റെസ്പോൺസീവ് ആകുന്നു, ഇൻസെൻസിറ്റീവ് ആകുന്നു, സെൻസിറ്റീവ് ആകുന്നു. അഡ്വാൻസ് ഏജ് മെനി സെൽസ് ബിക്കം ടു ദ എൻവയോൺമെന്റ്. സെൽ എന്തുണ്ടാവും? അട്രോപ്പി അടിക്കും അല്ലെ. സെൽസ് അട്രോപ്പി അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അട്രോപ്പി അടിച്ചു കഴിഞ്ഞാൽ there is a chance for insensitive കേട്ടോ. Insensitive is the correct answer. Okay, very good, very good, very good. Lack of circulation or low level of hemoglobin cause in which non-pigmented areas of skin look white. Lack of circulation or low level of hemoglobin cause in which non-pigmented areas of skin look white. Anemia, pallor, vitiligo, albinism അല്ലെ. അവിടെ നമുക്കറിയാം എന്ത് ചെയ്യുന്നു? ഹീമോഗ്ലോബിൻ കുറവായതുകൊണ്ട് സ്കിൻ എന്താണാവുന്നു? പാലർ അല്ലെ. ലാക്ക് ഓഫ് സർക്കുലേഷൻ, ലോ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ, നോൺ പിഗ്മെന്റഡ് ഏരിയ സ്കിൻ ആവുന്നു പാലർ അല്ലെ. അനീമിയ എന്ന് പറയുമ്പോൾ RBCയുടെ കൗണ്ട് കുറയുന്നു അല്ലെ. വിറ്റിലിഗോ, ആൽബിനിസം. വിറ്റിലിഗോസ് പാർഷ്യൽ ആയിട്ട് എന്തിന്റെ ഡെഫിഷ്യൻസി? മെലാറ്റോണിന്റെ ഡെഫിഷ്യൻസി അല്ലെ. അതുപോലെ ആൽബിനിസം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഡെഫിഷ്യൻസി. ഓക്കെ, നെക്സ്റ്റ്.
conversion of glucose to glycogen, conversion of glucose to glycogen, glycolysis, gluconeogenesis, glycogenolysis, glycogenesis. Okay, very good, very okay. About conversion of glucose, conversion of glucose to glycogen, glucose il ninnu glycogen ആയിട്ട് മാറുന്ന എന്താണ്? ഗ്ലൂക്കോസിൽ നിന്ന് ഗ്ലൈക്കോജൻ ആകുന്ന ഗ്ലൈക്കോജെൻസിസ്, ഗ്ലൈക്കോജൻ ജെൻസിസ് എന്ന് പറയും. ഇനി ഗ്ലൈക്കോജൻ തിരിച്ച് ഗ്ലൂക്കോസ് ആകുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലൈക്കോജീനോലൈസിസ് എന്ന് പറയും, ഗ്ലൈക്കോജൻ ലൈസിസ് എന്ന് പറയും. ഓക്കെ, ഇനി ഗ്ലൂക്കോനിയോജെൻസിസ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് അല്ലാതെ നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സിൽ നിന്ന് എന്തുണ്ടാകുന്നു? ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിനെയാണ് ഗ്ലൂക്കോനിയോജെൻസിസ്. ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുമ്പോൾ സെല്ലിനകത്ത് വെച്ച് ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് പൈറുവിക് ആസിഡ്സ് ആയിട്ട് മാറുന്നതാണ് ഇറ്റ് ഈസ് കോൾഡ് ഗ്ലൈക്കോലൈസിസ്. കേട്ടോ, അപ്പൊ ഇതൊക്കെ പഠിപ്പിച്ചതാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ആൻസർ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. കേട്ടോ, ഗ്ലൈക്കോജെനസിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുഫർ സെൽസ് ആർ ഫൗണ്ട് ഇൻ ദ, അപ്പം കുഫർ സെൽസ് ആർ ഫൗണ്ട് ഇൻ ലങ്സ്, ലിവർ, ബ്രെയിൻ, പാൻക്രിയാസ്. കേട്ടോ, അപ്പൊ അതിന്റെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്, നോട്ടിൽ ആഡ് ചെയ്തോണം. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് WBC, ഫാഗോസൈറ്റിക് ആയിട്ടുള്ള മോണോസൈറ്റ്സിൽ വരുന്ന കുറെ WBC സെൽസുകൾ പറഞ്ഞു, അപ്പൊ അതില് എല്ലാത്തിന്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട്, അതൊന്ന് ആഡ് ചെയ്തോണം. കേട്ടോ, ഇവിടെ ആൻസർ ഈസ് എന്താണ്? ലിവർ ഈസ് ദ കറക്റ്റ് ആൻസർ, കുഫർ സെൽസ് ആർ ഫൗണ്ട് ഇൻ ദ liver. Okay, next question. The organ which produces erythropoietin hormone. Liver, lung, brain, kidney. Okay, thank you. Okay, അപ്പൊ നമുക്ക് എറിത്രോപോയറ്റിൻ ഉണ്ട്, ത്രോംബോപോയറ്റിൻ ഉണ്ട്, എറിത്രോപോയറ്റിൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ സിന്തസൈസ് ഓഫ് RBC, സിന്തസൈസ് ചെയ്യാൻ സ്റ്റിമുലേഷൻ ചെയ്യുന്ന ഹോർമോൺ ആണ്. ത്രോംബോപോയറ്റിൻ എന്ന് പറയുമ്പോൾ പ്ലേറ്റ്ലെറ്റ് സിന്തസൈസ് ചെയ്യാൻ വരുന്നത്, അപ്പൊ എറിത്രോപോയറ്റിൻ ഈസ് മെയിൻലി ബൈ കിഡ്നി ആണ്. ത്രോംബോപോയറ്റിൻ കുറച്ച് ഭാഗം കിഡ്നി ഉണ്ട്, എങ്കിലും മെയിൻ ആയിട്ട് ഏതാണ്? ലിവറിൽ നിന്നും ത്രോംബോപോയറ്റിൻ വരുന്നുണ്ട്, അപ്പൊ എറിത്രോപോയറ്റിൻ മെയിൻലി നിങ്ങൾക്ക് അറിയാം, എറിത്രോപോയറ്റിൻ ബൈ കിഡ്നിയിൽ നിന്നാണ് വരുന്നത്. കേട്ടോ, ഓക്കെ. നെക്സ്റ്റ്, DNA. DNA is naturally occurring in double helix, is a single stranded storage place of fat, does not contain genetic material information. അപ്പം naturally occurs in double helix എന്താണ്? ന്യൂക്ലിയോടൈഡ്, ന്യൂക്ലിക് ആസിഡ്സ്. ഓക്കെ, അപ്പം ആ ഒരു കാര്യം ഓർത്ത് വെച്ചോണം. ഓപ്ഷൻ എ, ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. Chromosomes are made up of DNA and RNA, DNA and protein, protein and genes, and RNA and protein. Chromosomes are made of chromosomes are made up of, very good, chromosome made ചെയ്തേക്കുന്ന DNA and proteins കൂടെ ചേർന്നാണ്. കേട്ടോ, DNA plus protein. കേട്ടോ, DNA plus protein ആണ് എന്ത് ചെയ്യുന്ന? chromosomes are made up of. കേട്ടോ, എനിക്കിതൊരു ഡൗട്ട് ഉണ്ട്, DNA RNA ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കേട്ടോ, പിന്നെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം. കേട്ടോ, അതിനകത്ത് അവരുടെ ഓപ്ഷൻ കിടക്കുന്ന ബി ആണ്. കേട്ടോ, ഓപ്ഷൻ ബി ആണ് കിടക്കുന്നത്, DNA and proteins. കേട്ടോ, നോക്കിയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹ്യൂമൻ ബോഡി സെൽ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. കേട്ടോ, DNA and protein is the correct answer. Okay, human body cell have 25 chromosome, 47, 46, 26. 44 plus 2 എന്നാണ് നമ്മൾ പറയുന്നത്, 44 plus 2 എന്നാണ് നമ്മൾ പറയാറുള്ളത്. 44 എന്താണ്? ആട്ടോസോം, 44 ആട്ടോസോം and 2 അലോസോം, അലോസോം അല്ലെങ്കിൽ സെക്സ് ക്രോമസോം എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അപ്പൊ രണ്ടും കൂടെ എടുക്കുമ്പോൾ 46 is the correct answer for this question. കേട്ടോ, ക്രോമസോം ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട് പീഡിയാട്രിക്സിൽ. കേട്ടോ, നെക്സ്റ്റ്. The two main steps in protein synthesis. Translation and transformation. Transformation and transcription. Modification and transcription. Transcription and translation. ഏതാണ്? ആലോചിച്ച് പറ. രണ്ട് 2 main steps in protein synthesis ഏതൊക്കെയാണ്?
പഠിപ്പിച്ചല്ലേ, നല്ലോണം പഠിപ്പിച്ചതാണ് കേട്ടോ, തെറ്റിക്കരുത്. ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ അല്ലെ, DNA നിന്ന് കോപ്പി അടിച്ചുള്ളത് അല്ലെ, അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നു അല്ലെ, ഓക്കെ. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് മെയിൻ സ്റ്റെപ്സ് ഇൻ പ്രോട്ടീൻ സിന്തസൈസ് കേട്ടോ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലഡ് കോർപ്പസൽസ് ആർ ഹൗ മെനി കൈൻഡ്സ് അല്ലെ? ബ്ലഡ് കോർപ്പസൽസ് ആർ 5, 4, 2, 3. ബ്ലഡ് കോർപ്പസൽസ് ആർ അല്ലെ, ബ്ലഡ് കോർപ്പസൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 എണ്ണമാണ് മെയിൻ ആയിട്ട് വരുന്ന ബ്ലഡ്സിലുള്ള സെൽസുകൾ അല്ലെ. കോർപ്പസൽസ് എന്നുള്ള RBC, WBC, പ്ലേറ്റ്ലെറ്റ് അല്ലെ. RBC is also called erythrocyte അല്ലെ, leukocyte and thrombocytes. Very good. Answer is 3 is the correct answer. Okay. Next question. Blood is stained with dash stain. Blood normally stain ചെയ്യുന്നത് methylene blue, സാഫ്രിൻ, ലീഷ്മാൻ സ്റ്റെയിൻ, കാർബോൾ ഫ്ലഷിൻ കേട്ടോ. ഇവിടെ WBC നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് പറയുന്ന സ്റ്റെയിനിങ്. അതായത് എന്ത് ചെയ്യുന്നു, ഗ്രാനുലോസൈറ്റ് ആൻഡ് എഗ്രാനുലോസൈറ്റ് ആയിട്ട് നോക്കുന്നതിന് ഏത് സ്റ്റെയിൻ ആണ് യൂസ് ചെയ്യുന്നത്? പഠിപ്പിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്? WBC ഏതാണ്? മെത്തിലിൻ ആണോ? മെത്തിലിൻ ബ്ലൂ ആണോ? സാഫ്രിൻ ആണോ? ലീഷ്മാൻ സ്റ്റെയിൻ ആണോ? കാർബോൾ ഫ്ലഷിൻ ആണോ? വെരി ഗുഡ്. ലീഷ്മാൻ സ്റ്റെയിൻ കേട്ടോ. ലീംഷർ സ്റ്റെയിൻ അറിഞ്ഞൂടാത്തവർ എഴുതി വെക്കണം കേട്ടോ. ബ്ലഡ് സ്റ്റെയിൻ ചെയ്യുന്ന ലീഷ്മാൻ സ്റ്റെയിൻ കേട്ടോ. ലീഷ്മാൻ സ്റ്റെയിൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ് കേട്ടോ. ലീഷ്മാൻ സ്റ്റെയിൻ. മെത്തിലിൻ ബ്ലൂ, കാർബോൾ ഫ്ലഷിനൊക്കെ നമ്മൾ, സാഫ്രനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്ടീരിയ സ്റ്റെയിനിങ്ങിനാണ് കേട്ടോ. ഓക്കെ, അടുത്ത നെക്സ്റ്റ്. പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ബ്ലഡ് കോർപ്പസൽസ് ഈസ് കോൾഡ് formation, hemolysis, hemosoins, hemopoiesis and hemometer. Blood corpuscles form ചെയ്യുന്നതിനെ it is called hemopoiesis അല്ലെ, hemopoiesis എന്നാണ് വിളിക്കുന്നത്. Okay, very good. Next, graveyard of RBC. Graveyard of RBC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, PSC question. Graveyard of RBC ലൈസിസ് ചെയ്യുന്നത് എൻഡോത്തീലിയൽ റെറ്റിക്കുലാർ സിസ്റ്റം അല്ലെ. എൻഡോത്തീലിയൽ റെറ്റിക്കുലാർ സിസ്റ്റം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എൻഡോത്തീലിയൽ റെറ്റിക്കുലാർ സിസ്റ്റത്തിന് എക്സാമ്പിൾ ഈസ് ഓപ്ഷൻ എ അല്ലെ. ഓപ്ഷൻ എ, സ്പ്ലീൻ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which leukocyte release heparin and histamine in the blood? Which leukocytes release heparin and histamine in the blood? Neutrophil, basophil, eosinophil and monocyte. പഠിച്ചാണ് അല്ലെ, ഓരോന്നും പഠിച്ചാണ്. ന്യൂട്രോഫിലിന് ഫാഗോസൈറ്റിക് ആക്ഷൻ, ബേസോഫിൽസിന് ഇറ്റ് ഈസ് റിലീസ് ഹെപ്പാരിൻ, ഹിസ്റ്റമിൻസ് അല്ലെ, സെറട്ടോണിൻ. അതുപോലെ എന്ത് ചെയ്യുന്നു, ഇൻഫ്ലമേറ്ററി സബ്സ്റ്റൻസുകളെ റിലീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഈസ്ട്രോഫിൽ ഫോർ ദ അലർജിക് ആൻഡ് പാരസൈറ്റ്സിന് അല്ലെ ചെയ്യുന്നു. അതായത് മാസ്റ്റ് സെല്ല് അല്ലെ, ആ ഒരു കാര്യം. ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെ. പിന്നെ മോണോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഫാഗോസൈറ്റ്. ഓക്കെ, എല്ലാം അറിയാം. ആൻസർ ഈസ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. വെരി ഗുഡ്. നെക്സ്റ്റ്, നോട്ടിലുള്ളതാണ്. Which blood cells are secretes antibody? Antibody secrete ചെയ്യുന്നത് ഏതാണ്? ഈസ്നോഫിൽസ്, മോണോസൈറ്റ്സ്, ലിംഫോസൈറ്റ്, ന്യൂട്രോഫിൽസ്. ആന്റിബോഡി സെക്രീറ്റ് ചെയ്യുന്ന സെൽ ഏതാണ്? മോണോസൈറ്റ് ആണോ? മോണോസൈറ്റ് ആണോ ആന്റിബോഡി സെക്രീറ്റ് ചെയ്യുന്നത്? ആലോചിച്ച് പറ. ബി സെൽ ആൻഡ് സി സെൽ ആരാണ്? ബി സെൽ ആൻഡ് ടി സെൽ. ബി സെൽ ആൻഡ് ടി സെൽ അല്ലെ. ബി സെൽ ആൻഡ് ടി സെൽസ് ബൈ ഏതാണ്? നമ്മുടെ ലിംഫോസൈറ്റ് അല്ലെ. ലിംഫോസൈറ്റ് ആണ് ബി സെൽ. ബി സെൽ ഫോർ ദ ആന്റിബോഡി അല്ലെ, അല്ലെങ്കിൽ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. ടി സെൽ ഫോർ സെല്ലുലാർ മീഡിയേറ്റ് അല്ലെ, ഡയറക്റ്റ് പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നു. CD4, CD8 ആൻഡ് സി സപ്രസർ സെൽസ് അല്ലെ. കില്ലർ സെൽ, ഹെൽപ്പർ സെൽസ് ആൻഡ് സപ്രസിംഗ് സെൽ. ഓക്കെ, എല്ലാം പഠിപ്പിച്ചാണ്. ആൻസർ ഇസ് ലിംഫോസൈറ്റ്സ് കേട്ടോ. ഓക്കെ, തെറ്റിക്കരുത്. വിറ്റാമിൻ ഈസ് എസെൻഷ്യൽ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടുന്ന വൈറ്റമിൻസ് KABC അല്ലെ. ഇതൊന്നും അറിഞ്ഞൂടാത്ത ആരും വരരുത്. ഇതുപോലെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസും കാണും. അതും എന്ത് ചെയ്ത് മാർക്ക് ചെയ്ത് തെറ്റിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷെ കൊണ്ടുപോയി OMR പകർത്തുമ്പോൾ തെറ്റിപ്പോരുത് കേട്ടോ. അതേ എനിക്ക് ഈ സിമ്പിൾ ക്വസ്റ്റ്യനോട് പറയാനുള്ളൂ. ആൻസർ ഈസ് വൈറ്റമിൻ K. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹീമോഗ്ലോബിൻ ഈസ് എ reproductive pigment, respiratory pigment, carbohydrate, fat.
ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ, അയൺ അല്ലെ, പ്രോട്ടീൻ, അയൺ, ഹീം, പിഗ്മെന്റ് അല്ലെ, മൂന്നും കൂടെ ചേർന്നതാണ് ഹീമോഗ്ലോബിൻ. അപ്പൊ ഹീമോഗ്ലോബിനകത്ത് എന്തുണ്ട്? ദർ ഈസ് ഓക്സിജൻ ക്യാരി ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ഈസ് എ റെസ്പിറേറ്ററി പിഗ്മെന്റ് അല്ലെ, ഓക്സിജൻ ക്യാരി ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ഈസ് ആൻ റെസ്പിറേറ്ററി പിഗ്മെന്റ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What prevent the clotting of blood inside the blood vessels? Clotting: heparin, serotonin, fibrinogen, fibrin. Answer is heparin. Heparin, it is released by the basophils of the WBC. Okay, very good. Heparin ഒക്കെ ഇനിയും പഠിക്കാനുണ്ട്, വരുന്നുണ്ട് കേട്ടോ. Red cell count is carried out by electrogram, sphygmomanometer, hemoglobinometer, hemocytometer. Red cells count, RBC count ചെയ്യുന്നത് ഏതാണ്? RBC count ചെയ്യുന്നത് ഓക്കെ. RBC കൗണ്ട് ചെയ്യുന്നത് ഹീമോസൈറ്റോമീറ്റർ കേട്ടോ. ഹീമോഗ്ലോബിൻ കൗണ്ട് ചെയ്യുന്നതാണ് ഹീമോഗ്ലോബിൻ. നമ്മളോട് ക്വസ്റ്റ്യൻസ് RBC ആണ് ചോദിച്ചേക്കുന്നത് അല്ലെ, സെൽ കൗണ്ട് ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ഹീമോസൈറ്റോമീറ്റർ ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ കേട്ടോ. തെറ്റെഴുത് കേട്ടോ. ഹീമോഗ്ലോബിൻ ആണ്, HB കൗണ്ട് ചെയ്യുന്നതാണ് ഹീമോഗ്ലോബിനോമീറ്റർ കേട്ടോ. RBC ഹീമോസൈറ്റോമീറ്റർ കേട്ടോ. തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. ഓക്കെ. വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹ്യൂമൻ ബ്ലഡ് ഈസ് നോൺ ആസ്? Transfer of human blood is known as transfusion, processing, transporting, transferring. It's a transfusion. Blood administer ചെയ്യുന്നതിനാണ് transfusion എന്ന് വിളിക്കുന്നത്. Okay, next question. The human body ability to maintain the relatively constant internal temperature is example of what process? Respiratory heat loss, homeostasis, vasodilatation and evaporation, and positive feedback. പോസിറ്റീവ് ഫീഡ്ബാക്ക് അല്ല, നമ്മുടെ ശരീരത്ത് എന്ത് ചെയ്യുന്നു? മൈക്രോ ഓർഗാനിസംസ് ഒക്കെ എൻ്റർ ചെയ്യുന്നു അല്ലെ, ബോഡിയിൽ ഫീവർ റൈസ് ചെയ്യുന്നു. അവിടെ നമ്മളെ ഇന്റേണൽ ഓർഗൻസ് ആണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത് അല്ലെ. അപ്പൊ മെയിൻലി ഏതാണ്? ഹോമിയോസ്റ്റാസിസ് അല്ലെ. അതിന്റെ ഓർഗൻ ഏതാണ്? ഏത് ഓർഗൻ ആണ് ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന? ഹൈപ്പോതലാമസ് അല്ലെ. ഇവിടെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റിലോട്ട് വരാം. Which of the following statement is concerning of intracellular and extracellular fluid is false? False statement. The concentration of sodium is higher in extracellular fluid than intracellular fluid. The concentration of sodium is higher in the extracellular fluid than intracellular fluid. The concentration of potassium is lower in extracellular fluid than intracellular fluids. In blood plasma is an example of intracellular fluid. The volume of intracellular fluid is greater than that of extracellular fluids. ഏതാണ്? അപ്പൊ അറിയാം, മെയിൻ കോൺസെൻട്രേഷൻ ഓഫ് എക്സ്ട്രാസെല്ലുലാർ എന്ന് പറയുന്നത് സോഡിയം ആണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. The concentration of potassium is lower in extracellular. കറക്റ്റ് ആണ്. ഇൻട്രാസെല്ലുലാർ ആണ് കൂടുതൽ. ബ്ലഡ് പ്ലാസ്മ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് തെറ്റാണ്. ബ്ലഡ് പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ നമ്മുടെ എന്ത് ചെയ്യുന്നു? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സിൽ വരുന്നതാണ് അല്ലെ. അതിൽ ഇൻഡസ്ട്രീഷ്യസ്, വാസ്കുലർ ഫ്ലൂയിഡ്സ്, അത് അതർ ടൈപ്സ് എന്നാണ് അല്ലെ. അപ്പൊ അതിൽ വാസ്കുലർ ഫ്ലൂയിഡ്സിൽ വരുന്നതാണ് ബ്ലഡ് പ്ലാസ്മ അല്ലെ. ദ വോളിയം ഓഫ് ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡ് ഇസ് ഗ്രേറ്റർ ദാൻ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് തെറ്റാണ് അല്ലെ. ശരിയാണ്. അതായത് ഇൻട്രാസെല്ലുലാറിൽ മോർ വോളിയംസ് ആണ് അല്ലെ, എക്സ്ട്രാ സെല്ലുലാറിൽ കുറവാണ്. ഓക്കെ, ആൻസർ സി ഈസ് ദ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The strand of DNA, what is the combination of deoxyribose, phosphate and a base is known as? Ribosome, chromatid, codon and nucleotide. But DNA is the combination of deoxyribose, phosphatase and ഏതും കൂടെ ആണ് ചേരുന്ന? ഏതാണ് ചേരുന്ന? ഞാൻ പഠിപ്പിച്ചല്ലേ, പെൻഡോ ഷുഗർ പഠിപ്പിച്ചതാണ്. പെൻഡോ ഷുഗർ, ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾസ്, ഒരു നൈട്രോജീനസ് ബേസ് അല്ലെ. ആ നൈട്രോജീനസ് ബേസ് ആണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയോടൈഡ് അല്ലെ. അപ്പൊ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അമിനോ ആസിഡ്സിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ ന്യൂക്ലിക് ആസിഡ്സ് അല്ലെ, അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് എന്ന് പറയാം അല്ലെ. ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇവിടെ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ദ പ്രോസസ് ബൈ വിച്ച്, വെരി ഗുഡ്, കുറച്ചു പേർക്ക് നോക്കി. വെരി ഗുഡ്. ദ പ്രോസസ് ബൈ വിച്ച് ഇൻഫർമേഷൻ ഈസ് റീഡ് ഫ്രം DNA, information is read from DNA and encoded
encoded and transported outside the nucleus is known as translation, transcription, encoding, catalyzing. Information is read from the DNA. അതാണ് നമ്മളെ കോഡ് കേട്ടോ. DNA കാര്യങ്ങൾ പഠിച്ചെടുത്തു അല്ലെ. അപ്പൊ അവിടെ എന്ത് ചെയ്തു? ഇൻഫർമേഷൻ റീഡ് ഫ്രം DNA ആൻഡ് എൻകോഡർ എന്ന് പറയുമ്പോൾ എന്താണ്? ഏതായിരിക്കും പ്രോസസ്? ഇൻഫർമേഷൻ റീഡ് ഫ്രം DNA ആൻഡ് എൻകോഡർ എന്ന് പറയുമ്പോൾ അവിടെ കോപ്പി ചെയ്തു അല്ലെ. കോപ്പി ചെയ്തതിൽ കുറച്ച് എന്തായിട്ട് മാറും? tRNA ആയിട്ട് മാറും അല്ലെ. ബാക്കി മെജോറിറ്റി എന്ന് പറയുമ്പോൾ മെസ്സഞ്ചർ RNA തന്നെയാണ് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് വരുന്നത് കൊണ്ട് ഇത് തന്നെയാണ് ക്യാരി ചെയ്യുന്നത് എന്നുള്ളത് മീനിങ് ആണ് കേട്ടോ. ഓക്കെ, അവിടെ കറക്റ്റ് ആൻസർ ഈസ് ട്രാൻസ്ക്രിപ്ഷൻസ് കേട്ടോ. ട്രാൻസ്ക്രിപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ബോത്ത് ഈസ് ഗിവൻ ട്രാൻസ്ഫർ. എനിക്ക് മനസ്സിലായില്ല. ഇവിടെ നമ്മൾ ഇത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. റീഡ് ഫ്രം DNA ആൻഡ് എൻകോഡഡ് എന്ന് പറയുമ്പോൾ ആ കോപ്പി അടിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അതിൽ മെസ്സഞ്ചർ RNAയിൽ നിന്ന് തന്നെയാണ് എന്ത് ഫോം ചെയ്യുന്നത്? ട്രാൻസാക്ഷണൽ RNA അല്ലെ. ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള RNA ഫോം ചെയ്യുന്ന ഇതിൽ നിന്നാണ്. എനിവേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ DNA കോപ്പി അടിച്ച് RNA ഉണ്ടാവുക എന്നുള്ളതാണ് കേട്ടോ. DNA കോപ്പി അടിച്ച് RNA ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് കോപ്പി അടിക്കുന്നതാണ് മെയിൻ പ്രോസസ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ട്രാൻസ്ക്രിപ്ഷൻ ഇസ് ദ കോപ്പിയിങ് അല്ലെ. ഇനി അതിനെ എന്ത് ചെയ്യുന്നു? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു അല്ലെ. ഈ ട്രാൻസ്ക്രിപ്ഷനിൽ നിന്ന് ഇതിൽ നിന്ന് എന്തുണ്ടാവുന്നു? ഫസ്റ്റ് ട്രാൻസാക്ഷണൽ RNA ഉണ്ടാവുന്നു കേട്ടോ. ട്രാൻസ്പ്രൊഡക്ഷൻ അല്ല, ട്രാൻസ്ക്രിപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റിലോട്ട് പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ന്യൂക്ലിയോടൈഡ്സ് ആർ റിക്വയർഡ് ടു കോഡ് ഫോർ എ സിംഗിൾ അമിനോ ആസിഡ്സ്? ഒരു ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യാൻ എത്ര അമിനോ ആസിഡ്സ് വേണം അല്ലെ? How many nucleotides are required to code for a single amino acids? 25, 3, 1. കേട്ടോ. ഇത് പഠിപ്പിച്ചല്ല, ജസ്റ്റ് എഴുതി വെച്ചാൽ ന്യൂക്ലിയോടൈഡ്സിന്റെ നോട്ടിനകത്ത് ജസ്റ്റ് എഴുതി വെച്ചാൽ എത്രയാണ്? 3 അമിനോ ആസിഡ്സ് കേട്ടോ. 3 അമിനോ ആസിഡ്സ് കൂടി ചേരുമ്പോഴാണ് എന്ത് വരുന്നത്? ന്യൂക്ലിയോടൈഡ്സ് ഫോം ചെയ്യും കേട്ടോ. ന്യൂക്ലിയോടൈഡ്സ് ഫോം ചെയ്യുന്നത് ബൈ 3 അമിനോ ആസിഡ്സ് കേട്ടോ. 3 അമിനോ ആസിഡ്സ് കൂടി ചേരുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? ന്യൂക്ലിയോടൈഡ് കേട്ടോ. ജസ്റ്റ് എഴുതി വെച്ചാൽ കേട്ടോ. ജസ്റ്റ് എഴുതി വെച്ചാൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ദ കോമ്പിനേഷൻ ഓഫ് ഷുഗർ ബേസ് at least one phosphatase group is given the general type nucleoside, amino acids, polypeptide, nucleotide. The combination of a sugar base and at least one phosphatase group is given the general term of പഠിപ്പിച്ചാണ് അല്ലെ. ഡിയോക്സി റൈബോസ് ഷുഗർ, ഒരു ബേസ് അല്ലെ. അതുപോലെ എന്ത് ചെയ്യുന്നു? ഒരു ഫോസ്ഫേറ്റേസ് ഗ്രൂപ്പ് അല്ലെ. അത് ന്യൂക്ലിയോടൈഡ്. അപ്പൊ ന്യൂക്ലിയോടൈഡും ന്യൂക്ലിയോസൈഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആർക്കെങ്കിലും അറിയാമോ? ന്യൂക്ലിയോടൈഡും ന്യൂക്ലിയോസൈഡും തമ്മിലുള്ള വ്യത്യാസം. ന്യൂക്ലിയോസൈഡിലാകുമ്പോൾ എന്തില്ല? ഫോസ്ഫേറ്റ് വരത്തില്ല കേട്ടോ. ഫോസ്ഫേറ്റ് ഇല്ലാതെ വരുന്ന അമിനോ ആസിഡ്സ് കണ്ടന്റ് കേട്ടോ. ന്യൂക്ലിയോടൈഡിലാണ് ഫോസ്ഫേറ്റ് കണ്ടന്റ് ആയിട്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓൾറെഡി പഠിപ്പിച്ചത് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ്, ന്യൂക്ലിയസ് ഓഫ് ദ സെൽ കണ്ടെയ്ൻ ദ മാസ്റ്റർ ന്യൂക്ലിക് ആസിഡ്സ്. ന്യൂക്ലിയസ് ഓഫ് ദ സെൽ കണ്ടെയ്നിങ് മാസ്റ്റർ ന്യൂക്ലിക് ആസിഡ്സ് അല്ലെ. ഇപ്പൊ മാസ്റ്റർ എന്ന് പറയുമ്പോൾ മെയിൻ ആള് ആരാണ്? മെയിൻ ആള് DNA അല്ലെ. DNA. ഓക്കെ, മെയിൻ ആൾ ഈസ് DNA. ഓക്കെ, DNA നിന്ന് കോപ്പി ആവുന്നു mRNA അല്ലെ. mRNA വീണ്ടും അതിൽ നിന്ന് കുറച്ചെണ്ണം ട്രാൻസ്ഫോർഷൻ RNA ആയിട്ട് മാറും. പിന്നെ rRNA. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, which of the following is the correct combination of component of nucleic acids and DNA? Phosphate ribose uracil, phosphate deoxyribose and proline, phosphate ribose and thiamine, phosphate deoxyribose and adenine. DNA ഏതാണ്? DNA എന്ന് പറയുമ്പോൾ അല്ലെ. DNA എന്ന് പറയുമ്പോൾ phosphate deoxyribose and adenine അല്ലെ. adenine. Option D is the correct answer. Option D is the correct answer. Very good. Next question. The ribosome of a cell, the messenger RNA is read to produce the particular amino acids sequence for the formation of a protein. What is the process is called? അപ്പൊ മെസ്സഞ്ചർ RNAയിൽ നിന്ന് എന്ത് പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോട്ടീൻ അല്ലെ അമിനോ ആസിഡ്സ് ഫോം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മെസ്സഞ്ചർ RNAയിൽ നിന്ന്
tRNA ആയിട്ട് മാറുന്നു അല്ലെ. അപ്പൊ അതേത് പ്രോസസ് ആണ്? മെസ്സഞ്ചർ RNA ആണ്. ഇവിടെ മെസ്സഞ്ചർ RNA ആണ് റീഡ് ചെയ്യുന്നത് അല്ലെ. മെസ്സഞ്ചർ RNA is read to produce particular amino acid sequence for the formation of a protein. What is the process is called? അല്ലോണം ആലോചിച്ച് പറഞ്ഞേ. മെസ്സഞ്ചർ RNAയിൽ നിന്ന് ട്രാൻസ്ലേഷണൽ RNA ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചേക്കുന്നത് കേട്ടോ. അതിനെ നമ്മൾ ട്രാൻസ്ലേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. ട്രാൻസ്ലേഷൻ. ഓക്കെ, ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ മെസ്സഞ്ചർ RNAയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു മെസ്സഞ്ചർ RNA നിന്ന് കുറച്ചെണ്ണം എന്തായിട്ട് മാറും? ട്രാൻസ്ലേഷണൽ RNA ആയിട്ട് മാറും അല്ലെ. കോഡൺ, ആന്റി കോഡൺ കേട്ടോ. ഓക്കെ, ഇവിടെ ആൻസർ ഇസ് ട്രാൻസ്ലേഷൻ കേട്ടോ. ട്രാൻസ്ലേഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, which of the following is the correct combination of 3 components of nucleic acids and RNA? Which of the following is the correct combination of the component of nucleic acids and RNA? Phosphate, ribose, uracil, phosphate, deoxyribose and proline, phosphate, ribosome, thiamine, phosphate, deoxyribose and adenine. പറയാം അല്ലെ. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, എ റൈബോസ് ഷുഗർ, എ യുറാസിൽ ബേസ് അല്ലെ. അപ്പം അഡിനിൻ. ഓക്കെ, ഇവിടെ ആൻസർ ഇസ് എ അല്ലെ. എ ഇസ് ദ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല നോട്ടിലുണ്ട്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ്, which is the particle listed below is the smallest particle? Atom, proton, ion and molecules. ഏറ്റവും സ്മോളസ്റ്റ് ആറ്റം ആണോ, പ്രോട്ടോൺ ആണോ, അയോൺ ആണോ, മോളിക്യൂൾസ് ആണോ? ആറ്റത്തിനകത്തുള്ള കണികകളാണ് ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ അല്ലെ. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഏതാണ് കറക്റ്റ് ആൻസർ? ഇസ് പ്രോട്ടോൺ കേട്ടോ. പ്രോട്ടോൺ ഈസ് ദ സ്മോളസ്റ്റ് ലിസ്റ്റഡ് പാർട്ടിക്കിൾസ് കേട്ടോ. The which of the particle listed below is the smallest? സ്മോളസ്റ്റ് എന്ന് പറയുമ്പോൾ ആറ്റം. ഇനി ആറ്റത്തിനകത്തും പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട് അല്ലെ. പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺസ് അല്ലെ. അതിലെങ്ങനെ എടുക്കുമ്പോൾ പ്രോട്ടോൺ ആണെന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്മോളസ്റ്റ് കേട്ടോ. സ്മോളസ്റ്റ് ഈസ് പ്രോട്ടോൺസ് കേട്ടോ. നെക്സ്റ്റ്, which structure within the cells produce ATP? ATP produce ചെയ്യുന്ന ആരാണ്? മൈറ്റോകോൺട്രിയ, ന്യൂക്ലിയസ്, പെരിഫറൽ പ്രോട്ടീൻസ്, ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വെരി ഗുഡ്, മൈറ്റോകോൺട്രിയ അല്ലെ. ക്രെബ്സ് സൈക്കിൾ. ഓക്കെ, ഇവിടെ ആൻസർ ഇസ് ഓപ്ഷൻ എ, മൈറ്റോകോൺട്രിയ ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not a component of the plasma cell membrane? Not a component of plasma cell membrane. Cholesterol, protein, phospholipids and microfilaments. ഏതാണ്? ഓക്കെ, ഇവിടെ കമ്പോണന്റ് ആണ് ചോദിക്കുന്നത് അല്ലെ. പ്ലാസ്മ മെംബ്രെയിൻ നിർമ്മിച്ചേക്കുന്നത് പ്രോട്ടീൻ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഫോസ്ഫോലിപ്പിഡ്സ് എല്ലാം വരും കേട്ടോ. ഇവിടെ മൈക്രോഫിലമെന്റ്സ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ഓർഗൻ അല്ലേ അല്ലെ. അപ്പം പ്ലാസ്മ മെംബ്രെയിൻസ് അല്ല, മൈക്രോഫിലമെന്റ്സ് എന്ന് പറയുമ്പോൾ അതിന് സപ്പോർട്ട് കൊടുക്കുന്ന അല്ലെ. സപ്പോർട്ട് കൊടുക്കുന്ന, അതായത് പ്ലാസ്മ മെംബ്രെയിന് സപ്പോർട്ട് കൊടുക്കുന്ന. അപ്പൊ അതൊരു സെപ്പറേറ്റ് ഓർഗനിലായിട്ടാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അങ്ങനെ മൈക്രോഫിലമെന്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one is not a type of cells? Which one is not a type of cell? Platelet, leukocytes, macrophage, osteoblast. Not a type of cells. ആലോചിച്ച് പറഞ്ഞാൽ മതി. വെരി ഗുഡ്, ഒരാൾ പറഞ്ഞു കറക്റ്റ് കേട്ടോ. അപ്പൊ ഇതെന്ന് പറയുന്നതാണ് നമ്മള് മെഗാ കാരിയോസൈറ്റ്സ് അല്ലെ. അത് ഞാൻ പറഞ്ഞു പലതായിട്ട് എന്ത് ചെയ്യും? പൊടിയും അല്ലെ. അപ്പൊ ചിലതിനകത്തൊക്കെ ന്യൂക്ലിയസ് കാണും, ചിലതിന് ന്യൂക്ലിയസ് പോലും കിട്ടത്തില്ല അല്ലെ. അങ്ങനെ എടുക്കുമ്പോൾ ഇറ്റ് ഈസ് പ്ലേറ്റ്ലെറ്റ് കേട്ടോ. പ്ലേറ്റ്ലെറ്റ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് സെൽസ് കേട്ടോ. ലൂക്കോസൈറ്റ്സ്, മാക്രോഫേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം. മാക്രോഫേജ് എന്ന് പറയുമ്പോൾ WBC ആണ് വരുന്നത് അല്ലെ. WBC ഇസ് എ ടൈപ്പ് ഓഫ് സെൽസ്. ഓസ്റ്റിയോബ്ലാസ്റ്റ് ഓൾസോ ടൈപ്പ് ഓഫ് സെൽസ് കേട്ടോ. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, പ്ലേറ്റ്ലെറ്റ്സ് കേട്ടോ. പ്ലേറ്റ്ലെറ്റ്സ് പല ഫ്രാഗ്മെന്റ് ആയിട്ട് പൊടിയും കേട്ടോ. അപ്പൊ പ്ലേറ്റ്ലെറ്റിൽ സെല്ല് ഏതിലാന്ന് ചോദിച്ചാൽ മെഗാ കാരിയോസൈറ്റ്സ് ആണ് കേട്ടോ. മെഗാ കാരിയോസൈറ്റ്സ് ആണ് സെൽ ഫോം ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അത് പിന്നീട് ഞാൻ പറഞ്ഞു മെച്ചറായി പുറത്തു വന്നതിന് ശേഷം പൊട്ടിത്തെറിക്കും അല്ലെ. പൊട്ടിത്തെറിച്ചിട്ട് പല ഫ്രാഗ്മെന്റുകളായിട്ട് മാറും കേട്ടോ. അതുകൊണ്ട് ഓപ്ഷൻ എ, പ്ലേറ്റ്ലെറ്റ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ, പ്ലേറ്റ്ലെറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ന്യൂക്ലിയേറ്റഡും കാണും, നോൺ ന്യൂക്ലിയേറ്റഡും കാണും കേട്ടോ. ചില ഇതിൽ, കാരണം ഇത് പലതായിട്ട് വരുമ്പോൾ അതിന്റെ ന്യൂക്ലിയസ് ഏതെങ്കിലും ഒരു സെല്ലിൽ പോകും പ്ലേറ്റ്ലെറ്റിൽ കേട്ടോ. ചിലതിൽ എന്ത് ചെയ്യത്തില്ല? ന്യൂക്ലിയസ് ഇല്ല. മെജോറിറ്റി ന്യൂക്ലിയസ് കാണത്തില്ല കേട്ടോ. നോൺ ന്യൂക്ലിയേറ്റഡ് ഫ്രാഗ്മെന്റ്സ്. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. 50 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തോ. ബ്രേക്കിന് ശേഷം നമ്മൾ പുതിയ സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം കേട്ടോ. 50 ക്വസ്റ്റ്യൻ ഞാൻ ആപ്പിൽ അപ്ലോഡ് ചെയ്യും, സ്ലൈഡ് ആപ്പിൽ അപ്ലോഡ് ചെയ്യും. സ്റ്റഡി മെറ്റീരിയൽസിൽ
പോവുക, സർക്കുലേറ്റ് ഫിസിയോളജി എന്നുള്ള ഫോൾഡറിൽ പോവുക, അതിനകത്ത് ഈ ക്വസ്റ്റ്യൻസ് കാണും കേട്ടോ. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് പിന്നീട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. എല്ലാം നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഫിസിയോളജി ഈസിയാണ് കേട്ടോ. ഫിസിയോളജി സബ്ജക്റ്റ് ഒക്കെ ഈസിയാണ്, മാർക്ക് കൊണ്ട് കളയരുത് കേട്ടോ. നമുക്ക് വളരെ ബേസ് ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഇയറിലെന്ന് പറയുമ്പോൾ ബേസ്, ഫസ്റ്റ് ഇയറിൽ ബേസ്